ഏറെ അഭിമാനത്തോടെ ഇന്ത്യയുടെ ആദ്യ മെഡൽ ഹരിയാന സ്വദേശി മനു ബാക്കറിലൂടെ. മനു ബാക്കറിന് 2 മത്സരങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് ഇന്നാണ് 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം, അത് ഇന്ന് നടക്കുന്നു. അതോടൊപ്പം തന്നെ 25 മീറ്റർ പിസ്റ്റൾ ഓഗസ്റ്റ് 2-ാം തീയതിയും നടക്കുന്നു. മനുവിൻ്റെ കുടുംബം നമ്മളോടൊപ്പം ഉണ്ട്. സോ Manu have 2 more events. What are your hopes? And I am 100% confident that Manu will again win the 2 gold medal in coming 2 events. That is one for the 10 meter mixed team and one is individual for the 25 meters. And she will win the gold medal. She will turn the color of the medal and the medal will be of golden color medal she will win. So you are hoping for the best. I am 100% confident. You don't, not you only, the whole India is hoping for the best. All India Indians are hoping for 25%, but I am still I am confident that she will win in 10 meter pistol mixed pistol also she will win the gold medal. അപ്പോൾ 2 മത്സരങ്ങളിലും സ്വർണ്ണ മെഡൽ നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മനു ബാക്കർ. സ്വർണ്ണ മെഡൽ നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബവും നമ്മളും മുഴുവൻ ഇന്ത്യയും. മനു ബാക്കർ എന്ന ഷൂട്ടിംഗ് താരത്തിന്റെ ഉദയം ഇവിടെ വെച്ചായിരുന്നു, ഈ വിദ്യാലയത്തിൽ വെച്ചായിരുന്നു. ഇപ്പോഴും ഇവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പ്രചോദനമായി മനു ഇവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്നു. യൂണിവേഴ്സൽ സീനിയർ സെക്കൻഡറി സ്കൂൾ, ഹരിയാനയാകെ ഇന്ന് ഈ സ്കൂൾ അറിയപ്പെടുന്നത് മനുവിൻ്റെ പേരിൽ. വെങ്കല മെഡൽ നേട്ടത്തിൽ സ്കൂളിൽ ആകെ ആഘോഷം. 2016 റിയോ ഒളിമ്പിക്സ് കണ്ടാണ് മനുവിന് ഷൂട്ടിങ്ങിൽ താല്പര്യം ജനിച്ചത്. 14-കാരിയുടെ ആഗ്രഹത്തിനൊപ്പം കുടുംബവും കൂടെ നിന്നു. 1 വർഷം കൊണ്ട് ദേശീയ ചാമ്പ്യൻ. മനുവിൻ്റെ നേട്ടത്തിൽ സ്കൂൾ സന്തോഷിച്ചത് പ്രിയ വിദ്യാർത്ഥിക്ക് പരിശീലിക്കാൻ ഇടമൊരുക്കിയാണ്. ഇന്ന് ഈ സ്കൂൾ കടഞ്ഞെടുക്കുന്നത് നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങളെ. ഏവർക്കും പ്രചോദനം മനു തന്നെ. हमारे स्कूल से ही पढ़ी है और इन बच्चों की सीनियर रही है और ये बच्चे भी कभी ना कभी अभी नेक्स्ट टाइम आई होप कि जीतेंगे मेडल. अभी 25 मीटर की उसकी बाकी है अभी, तो आई होप कि वो उसमें भी जीते. गांव का देश का नाम रोशन हुआ है. हम उसके जीतने से बहुत ज़्यादा इंस्पायर हुए हैं और हम भी अब उसी की तरह जो उसे इतना सम्मान मिला है, हम भी ऐसे सम्मान पाना चाहते हैं. हम भी मेडल के लिए वो ज़्यादा प्रैक्टिस करेंगे. 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലായി സ്കൂളിൽ ആകെ 700-നടുത്ത് കുട്ടികൾ. ഷൂട്ടിങ്ങിന് പുറമെ ഗുസ്തി, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ് തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം. ഇതിനു പുറമെ വിവിധ സേനകളിലേക്ക് വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിനായി റെസിഡൻഷ്യൽ ഡിഫൻസ് അക്കാദമിയും. എന്തായാലും സ്കൂൾ ആകെ കാത്തിരിക്കുകയാണ് മനുവിൻ്റെ മടങ്ങിവരവിനായി, മെഡൽ വേട്ടക്കാരിക്ക് വലിയ സ്വീകരണം ഒരുക്കുന്നതിനായി. ഇനിയും 2 മത്സരങ്ങളാണ് മനുവിനെ കാത്തിരിക്കുന്നത്. 2ലും സ്വർണ്ണ നേട്ടം തന്നെയാണ് രാജ്യവും നമ്മൾ ഏവരും പ്രതീക്ഷിക്കുന്നത്. ഹരിയാനയിൽ നിന്നും അനന്തു പ്രഭയ്ക്കൊപ്പം ശരത് ഹസൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. सोने की तन पहनाऊंगी मनु, यहाँ पर आ जाएगी जब वो खुश हूँ मैं खूब. आवेगी तो खाना बढ़िया खुआ देंगे, उसका जी करेगा वह खा लेगा. പാരീസിൽ മനു വെടിവെച്ചിട്ടത് വെങ്കലമാണെങ്കിലും ദേമുത്തശ്ശിക്ക് അതിന് സ്വർണ്ണ തിളക്കം തന്നെ. മുത്തശ്ശിയുടെ വക സമ്മാനം സ്വർണ്ണമാല. പാരീസിൽ നിന്നും കൊച്ചുമകൾ പറന്നിറങ്ങാൻ കാത്തിരിക്കുകയാണ്. सोने की तन पहनाऊंगी, आओगी जब गोल्ड मेडल. बहुत बढ़िया खुशी हुई है बेटे. ഗുസ്തിക്കാർക്ക് പേരുകേട്ട ഹരിയാനയിലെ ജജ്ജറിലാണ് മനുവിൻ്റെ ഗൂരിയ ഗ്രാമം. മനു ജനിച്ചതും വളർന്നതും ഈ വീട്ടിൽ മുത്തശ്ശിയുടെ കൂടെ. ചെറുപ്പത്തിൽ പരിശീലിച്ചത് സ്കേറ്റിങ്ങും ടെന്നീസും ബോക്സിങ്ങുമെല്ലാം. കൂടെ മണിപ്പൂരി ആയോധന കലയായ താങ് ടായിലും മിടുക്കി. കൊച്ചുമകളുടെ എല്ലാ ഇഷ്ടത്തിനും കട്ടയ്ക്ക് കൂടെ നിന്നിരുന്നു ദേമുത്തശ്ശി. മനുവിൻ്റെ ഓരോ നേട്ടത്തിലും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം. ഓരോ മെഡൽ നേട്ടത്തിന് ശേഷവും മുടങ്ങാതെ മുത്തശ്ശിക്ക് അരികിലെത്തുന്ന മനുവിന് വയറു നിറയെ ഇഷ്ടഭക്ഷണം വിളമ്പാനും സ്വർണ്ണമാല അണിയിക്കാനും കണ്ണും നട്ടിരിക്കുകയാണ് ദേമുത്തശ്ശി. ഹരിയാനയിൽ നിന്നും അനന്തു പ്രഭയ്ക്കൊപ്പം ശരത് ഹസൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.